ഇറാനിലെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെ വധിച്ചെന്ന ഇസ്രായേൽ. ഇറാനിൽ അടുത്തിടെ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ് ഇസ്മായിൽ ഖത്തീബ്. ഇറാനിലെ ആഭ്യന്തര സുരക്ഷാ ഹെഡ്ക്വാർട്ടേഴ്സും ആക്രമിക്കപ്പെട്ടു. 2021 മുതൽ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രിയായ ഇസ്മായിൽ ഖത്തീബ് ഇറാനിലെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, തീർച്ചയായും ഈ 48 മണിക്കൂറിനുള്ളിൽ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എന്ന് പറയാവുന്ന ആ ഒരു കാലയളവിനുള്ളിൽ 3 പേരുടെ മരണം, 3 ഉന്നത നേതാക്കളുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അലി ലാരിജാനിയുടെ മരണം സംഭവിച്ചു. അതുപോലെ തന്നെ ബാസിജ് ഫോഴ്സ്, നമുക്കറിയാവുന്നതാണ്, ഈ IRGCയുടെ വിഭാഗമായി പ്രവർത്തിക്കുന്ന മതബോധനങ്ങളുടെയും മത സംവിധാനങ്ങളുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ നടപടിക്രമങ്ങൾ നടപ്പാക്കുന്ന ബാസിജ് ഫോഴ്സിൻ്റെ ക്രമസമാധാന ചുമതലയൊക്കെ തന്നെയുള്ള ഒരു സംവിധാനത്തിൻ്റെ മേധാവി കൂടിയായ ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ട ഒരു വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇസ്മായിൽ ഖത്തീബിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 മുതൽ അദ്ദേഹം ഇൻ്റലിജൻസ് മിനിസ്റ്ററായിരുന്നു. ഏറ്റവും സുപ്രധാനമായൊരു ഘടകം അലി ലാരിജാനിയുടെ പോലെ തന്നെ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ബാസിജ് ഫോഴ്സിൻ്റെ മേധാവിയെ പോലെ തന്നെ ആ പട്ടികയിൽ ഉൾപ്പെട്ട, നമുക്കറിയാവുന്നതാണ്, 2-3 ദിവസം മുമ്പ് വന്നിരുന്ന ഒരു പട്ടിക, ഒരു പ്രധാന പട്ടിക പുറത്തു വന്നിരുന്നു. അതിൽ 6 പേരുടെ ചിത്രസഹിതം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു, അല്ലെങ്കിൽ ചില ലുക്കൗട്ട് നോട്ടീസ് പോലൊരു സംവിധാനങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവരെ കണ്ടെത്തുന്നവർക്കും ഇവരെ കാണിച്ചു കൊടുക്കുന്നവർക്കും $10 മില്യൺ പാരിതോഷികം നൽകുമെന്ന് അമേരിക്കയുടെ ഓവർസീസ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിലും ഉൾപ്പെട്ടൊരു വ്യക്തിയാണ് ഇന്റലിജൻസ് മന്ത്രി കൂടിയായ ഇപ്പോൾ കൊല്ലപ്പെട്ട ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ, അതായത് ഈ ഇസ്മായിൽ ഖത്തീബിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മൂന്നാമതൊരാൾ കൂടി ഹൈറ്റ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ ആക്രമണം നടക്കുന്നു. ഇറാൻ്റെ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായൊരു ഘടകം. മുസ്തബ ഖമനേയിയുടെ വലങ്കൈ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഖത്തീബ് എന്ന് പറയുന്ന ഈ ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള മന്ത്രി കൂടിയായ അദ്ദേഹം. സ്വാഭാവികമായും നമുക്ക് ഇനി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇറാനെതിരായ അതിശക്തമായ ആക്രമണത്തിൽ ഇനിയും അന്നത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന പലരുടെയും മരണം സംഭവിക്കാനുള്ള സാധ്യതയും ഇത്തരത്തിലുള്ള ആക്രമണം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ സ്വതന്ത്രമാക്കുന്ന നടപടികളുടെ ഭാഗമായി അതിശക്തമായ സൈനിക നീക്കങ്ങൾ നടക്കുന്നതിനിടെ ഇത്തരത്തിൽ ആ റെജിം ചേഞ്ചിനുള്ള നടപടികളും ഒരേ സമയം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നാണ് ഇസ്രായേൽ കാട്സിൻ്റെ ഈ അറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.